5ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠഭാഗമായ റെക്ടാങ്കിൾ മാത്തിന്റെ തുടർ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. റെക്ടാങ്കിളിന്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കുന്നതായിരുന്നു പഠിച്ചത്. 115ാമത്തെ പേജായിരുന്നു. അടുത്തത് പഠിക്കാൻ പോകുന്നത് 116ാമത്തെ പേജാണ്. ദ സൈഡ് ഓഫ് ലാർജ് റെക്ടാങ്കിൾ, അതായത് എന്താണ്, പ്ലേ ഗ്രൗണ്ട്സ്, റൂംസ് ഇൻ എ ബിൽഡിംഗ്, അതേപോലെ നമ്മുടെ ക്ലാസ് റൂമുകൾ, ഇതൊക്കെ സെന്റിമീറ്ററിലാണോ നമ്മൾ പറയുന്നത്? അല്ല, എന്താണ്, മീറ്റർ കണക്കിനാണ് പറയുന്നത്. ദ ഏരിയ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 meters is said to be 1 square meter. ഏരിയയുടെ ഒരു സൈഡ് 1 മീറ്റർ ആണെങ്കിൽ അങ്ങനെ എന്തായിരിക്കും? 1 സ്ക്വയർ മീറ്റർ എന്ന് പറയും. ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, സ്ക്വയർ ആയിട്ടുള്ള ഏരിയ ആണ് എടുക്കുന്നത്. ഇവിടെ എന്താണ്, 1 മീറ്റർ. 1 മീറ്റർ വരുമ്പോൾ ഈ സൈഡും എന്താണ്, 1 മീറ്റർ. എല്ലാ സൈഡും 1 മീറ്റർ ആയിരിക്കും. അതിനാണ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള എന്താണ്, സ്ക്വയറുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കാണുമ്പോൾ എന്താണ് പറയുന്നത്? 1 സ്ക്വയർ മീറ്റർ എന്നാണ്. ഇവിടെ 1 മീറ്റർ ആണ്. അങ്ങനെ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു റെക്ടാങ്കിൾ വരുമ്പോൾ ഇവിടെ എത്രയാണ്? 1, 2, 3, 4, 4 സ്ക്വയർ മീറ്റർ എന്നാണ് പറയേണ്ടത്. As in case of small rectangle, 2 such a squares joined together is said to have a area 2 square meter. അങ്ങനെ 3 of them, 3 ജോയിന്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയും? 3 സ്ക്വയർ മീറ്റർ എന്ന് പറയാം. മുമ്പ് പഠിച്ചതുപോലെ തന്നെയാണ്. സെന്റിമീറ്റർ മീറ്ററിലേക്ക് മാറി എന്ന ഒരു വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ. ഇവിടെ നമുക്കൊരു റെക്ടാങ്കിൾ നോക്കാം. പെരിമീറ്റർ കാണുന്നതിൻ്റെ മറ്റൊരു മെത്തേഡാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മുമ്പ് എന്തായിരുന്നു? ഇവിടെ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ സ്ക്വയേഴ്സ് ഇല്ല. 2 സൈഡുകളാണ് തരുന്നത്. ഒരു സൈഡിൻ്റെ നീളം തരുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. മറ്റൊരു സൈഡ് തരുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. നീളമാണ്, ഇത് വീതിയാണ്. മുൻപ് എങ്ങനെയായിരുന്നു കണക്കാക്കിയിരുന്നത്? ഇവിടെ ഒരു സൈഡ് 3 ആകുമ്പോൾ റൈറ്റ് സൈഡ് എന്താണ്? 3 സെൻറ്റിമീറ്റർ ആണ്. ടോപ്പ് സൈഡ് എന്താണ്? 5 സെൻറ്റിമീറ്റർ ആണ്. 3 + 3 + 5 + 5 എന്നാണ് പെരിമീറ്റർ കാണാൻ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 5 + 3, അതായത് ഈ 2 സൈഡുകൾ എടുത്തു, പിന്നീട് 5 + 3 അടുത്ത 2 സൈഡുകൾ എടുത്തു. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ ടോട്ടൽ കിട്ടുന്നത് 16 സെൻറ്റിമീറ്റർ ആണ്. അത്രയുമായിരിക്കും അതിൻ്റെ പെരിമീറ്റർ. ഇനി നോക്കാം. 5 എത്രണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇവിടെ 3 എത്രണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? 2, 5. 2, 5 എന്ന് പറഞ്ഞാൽ 5 × 2. 2 3കൾ എന്താണ്? 3 × 2. അത് രണ്ടും തമ്മിൽ കൂട്ടിയാൽ പോരെ? 5 × 2 10 ആണ്. 3 × 2 6. 10 + 6 16 എന്ന് കിട്ടി. ശരിയല്ലേ? നോക്കാം. ഈ ചിത്രത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ഇവിടെ എന്താണ്? ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5 × 2. ഇനിയിപ്പോൾ 5 + 5 എന്ന് എഴുതിയാലും എന്താണ്? 10 ആണ് കിട്ടുന്നത്. 5 × 2 എന്താണ്? 10 ആണ്. അതായത് 2 5കളാണ് കൂട്ടുന്നത്. 3, ഇവിടെ ഒരു 3. അപ്പം 3 + 3 എന്ന് എഴുതുന്നവരെ പകരം എന്ത് എഴുതാം? 2 × 3. അപ്പം 2ൻ്റെ ആൻസർ കിട്ടുന്നത് എന്താണ്? 6 ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 5 × 2 വന്നു, ഇവിടെ 3 × 2 വന്നു അല്ലേ? 2 5കളും 2 3കളും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എത്രയാണ്? 2 എത്ര എണ്ണമുണ്ട്? 5 2കളുണ്ട്. ഇവിടെ എത്രയാണ്? 3 2കളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? 5 + 3 എന്ന് ചെയ്യാം അല്ലേ? 5 + 3. എന്നിട്ട് എന്ത് ചെയ്യാം? അതിനെ 2 കൊണ്ട് ഗുണിക്കുക. 5 + 3 എത്രയാണ്? 8. 8 × 2 എന്താണ്? 16. അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും കൂട്ടുന്നു. 5 + 3. 5 + 3 എത്രയാണ്? 8. അതുപോലെ ഒരു സൈഡുകൾ മാത്രമാണുള്ളൂ. അതേപോലെ മറ്റൊരു 5 + 3 കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? × 2. അപ്പോൾ എന്ത് കിട്ടി? 16 എന്ന് കിട്ടി. The perimeter of a rectangle is twice the sum of its sides. 2 സൈഡ്സിൻ്റെ സമ്മിൻ്റെ ട്വൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യാം? എഴുതി നോക്കാതെ മെൻ്റലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 6 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇവിടെ 3 സെൻറ്റിമീറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? 2 വശങ്ങൾ തമ്മിൽ കൂട്ടാം. 6 + 3 എത്രയാണ്? 9. ഇനി എന്ത് ചെയ്യണം? 9നെ 2 കൊണ്ട് ഗുണിക്കണം. എത്ര കിട്ടി? 18 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടി. ശരിയല്ലേ? മുമ്പ് എങ്ങനെയാണ് ചെയ്തിരുന്നത്? 6 + 6 + 3 + 3 എന്നാണ് ചെയ്തിരുന്നത്. 6 + 6 12, 12 + 3 15, 15 + 3 18. ഓക്കെ, ഇങ്ങനെ ചെയ്തു നോക്കുന്നതിനേക്കാൾ ഈസിയാണ് ഇതേപോലെ ചെയ്യാൻ അല്ലേ? മനസ്സിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അടുത്തത് നോക്കാം. 13 സെൻറ്റിമീറ്റേഴ്സ് + 7 സെൻറ്റിമീറ്റേഴ്സ്. 13 + 7 എത്രയാണ്? 20. 20 × 2 എത്രയാണ്? 40. അപ്പോൾ എത്രയാണ്? 40 സെൻറ്റിമീറ്റേഴ്സ് ആണ് പെരിമീറ്റർ വരുന്നത്.
6 സെൻറ്റിമീറ്റേഴ്സ് ആണ്, ഇവിടെ 6 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ 6 + 6 12. 12 × 2 24. 24 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടി. ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 25 മീറ്റേഴ്സ് ആണ്, ഇവിടെ 15 മീറ്റേഴ്സ് ആണ്. അപ്പോൾ 25 + 15 കാണണം. എത്രയാണ്? 40. 40 × 2 എത്രയാണ്? 80. 80 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കണം, മുൻപിലത്തെ കണക്ക് സെൻറ്റിമീറ്റേഴ്സിലാണ് തന്നത്, ഇത് മീറ്റേഴ്സിലാണ്. ഓക്കെ, പെരിമീറ്റർ കാണുമ്പോൾ ആ ഒരു വ്യത്യാസം കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ എത്രയാണ്? 34 മീറ്റർ ആണ് തന്നത്, ഇവിടെ 16 മീറ്റർ ആണ് തന്നത്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ കാണാൻ 34 + 16 കൂട്ടണം. അപ്പോൾ എത്രയാണ്? 30 ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട് അല്ലേ? അപ്പം 40 ആയി. 40 + 4 44. 44 + 6 ഇത്രയായി 50. 34 + 16 കൂട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ആദ്യം എന്ത് ചെയ്യുക? 10കൾ തമ്മിൽ കൂട്ടുക. 30ഉം 10ഉം 40. പിന്നെ 6 + 4 10. 50 കിട്ടി. ഇനി എന്ത് ചെയ്യണം? 50നെ 2 കൊണ്ട് ഗുണിക്കണം. 100. 50നെ 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡബിളാണ്. 100 മീറ്റേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ പെരിമീറ്റർ കാണാൻ വളരെ എളുപ്പമാണ്. ഇതേപോലെയുള്ള ചെറിയ സൈഡുകളാണെങ്കിൽ എഴുതി നോക്കാതെ മനക്കണക്കായിട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെയുള്ള കണക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയില്ലേ? ഞാനിവിടെ റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡ്സുകൾ തരാം. നിങ്ങൾ അതിൻ്റെ പെരിമീറ്റർ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. 12 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത സൈഡ് വരുന്നത് എത്രയാണ്? 13 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണെന്ന് കൂട്ടുകാർ കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഇനി എന്താണ് ചെയ്യുന്നത്? ഒരു ഏരിയ കണ്ടുപിടിക്കുകയാണ്. നമ്മൾ മുമ്പേ പെരിമീറ്റർ കാണുന്നത് പഠിച്ചു കഴിഞ്ഞു. ഇനി ഏരിയ കാണുന്നതാണ് പഠിക്കുന്നത്. ഇതേപോലെയുള്ള ഒരു റെക്റ്റാങ്കിളാണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? 3 സെൻറ്റിമീറ്റർ ആണ് ഉയരം തന്നിരിക്കുന്നത്. വീതി തന്നിരിക്കുന്നത് എന്താണ്? 5 സെൻറ്റിമീറ്റർ ആണ്. എത്ര സ്ക്വയറുകൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു എണ്ണി നോക്കിയിരുന്നത്. ഓരോ സെൻറ്റിമീറ്റർ വീതമുള്ള അല്ലേ? 5 എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ 5 സ്ക്വയേഴ്സുകൾ ഉണ്ടായിരുന്നു. നോക്കാം, താഴെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ്? 5 സ്ക്വയേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? 1 2 3 4 5. 3 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതേപോലെ 2 3 3 സ്ക്വയേഴ്സ് ഉണ്ടായിരിക്കണം അല്ലേ? താഴെ കൊടുത്തിട്ടുണ്ടാവും. അടുത്ത പേജ് നോക്കാം. ഓക്കെ, ടോട്ടൽ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ 3 സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് എത്രയുണ്ടാവും? 1 2 3. വലതുവശത്തേക്ക് 2 3 4 5. ഇങ്ങനെയുള്ള ഒരു റെക്റ്റാങ്കിൾ ആയിരുന്നു മുമ്പ് എന്ത് ചെയ്തിരുന്നത്? ഏരിയ കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കുമായിരുന്നു. ഇവിടെ 5 എണ്ണം, അതുപോലെ തന്നെ എന്താണ്? ഇവിടെയും 5 10ആയി. ഇവിടെ 5 എന്തായി? 15. 15 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നായിരുന്നു പഠിച്ചിരുന്നത് അല്ലെ? ഏരിയ പറയുന്നത് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്, കാരണം ഇവിടെ സെൻറ്റിമീറ്ററിലാണ് അളവുകൾ ഉള്ളത്. അതിന് പകരം എന്ത് ചെയ്യാം? ചിലപ്പോൾ നിങ്ങൾ ഇത് മുൻപ് പഠിച്ചിട്ടുണ്ടാവും. ഇവിടെയുള്ള ടോട്ടൽ കളങ്ങൾ എത്രയാണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ 2 സൈഡുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഗുണിച്ച് നോക്കിയാൽ മതി. അതായത് ഇവിടെ സൈഡ് എത്രയാണ്? 3, ഈ സൈഡ് എത്രയാണ്? 5. അപ്പോൾ 3 × 5 എത്രയാണ്? 15 കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? മതി, ഇവിടെയുള്ള ഉയരവും ഇവിടെയുള്ള വീതി എന്ത് ചെയ്താൽ മതി? ഗുണിച്ച് നോക്കിയാൽ മതി. അതാണ് ഇവിടെ പറയുന്നത്. 3 റോസ് ആൻഡ് 5 സ്ക്വയേഴ്സ് ഈച്ച് ആണുള്ളത്. അതെന്ത് ചെയ്യുക? 3 × 5 ചെയ്ത് കഴിഞ്ഞാൽ 15 സ്ക്വയേഴ്സ് ഇൻ ഓൾ. 15 സ്ക്വയേഴ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു സ്ക്വയറിൻ്റെ നീളം എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. ഉയരം എന്താണ്? 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതെന്താണ്? ഒരു സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ 2 സ്ക്വയർ സെൻറ്റിമീറ്റർ. അങ്ങനെ ടോട്ടൽ എത്രയായി? 15 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെയുള്ളൊരു ചോദ്യം നോക്കിക്കോളൂ. ഇവിടെ 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടി ഇവിടെ എന്തായിരിക്കണം? 2 സ്ക്വയേഴ്സ് ഉണ്ടാവും. ഇവിടെ 6 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടത്തേക്ക് എന്താണ്? 6 എന്തുണ്ടാവും? സ്ക്വയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ സ്ക്വയേഴ്സ് എത്രയാണെന്ന് കാണാൻ എന്താണ് പഠിച്ചത്? 2 × 6. ഇവിടെ സ്ക്വയേഴ്സ് എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. എത്രയാണ്? 12 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എന്ത് കിട്ടും? നമുക്ക് ഏരിയയുടെ ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ നോക്കാം. ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്. എന്താണ്? ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അതിന്റെ 2 സൈഡുകളുടെ പ്രോഡക്റ്റ് കണ്ടാൽ മതി. മനസ്സിലായില്ലേ എല്ലാവർക്കും? വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണിത്. അപ്പോൾ നമ്മൾ പെരിമീറ്റർ കാണാനും ഏരിയ കാണാനും ഉള്ള സിമ്പിൾ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. അടുത്തത് വരുന്നത് ഒരു പ്രോബ്ലംസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.